Hello friends, welcome to SAT, Central Tuition Center Madathumadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centraltuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ്. നമുക്കറിയാം സ്ക്വയർ പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈജിപ്തിലെ പിരമിഡാണ്. കണ്ടോ, പിരമിഡിന്റെ ഷേപ്പ് എങ്ങനെയാണ്? കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, കണ്ടോ, ഇപ്പുറത്തും ഉണ്ടോ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ 4 വശങ്ങളിലായിട്ട് 4 തുല്യമായ ട്രയാങ്കിൾ, 4 ട്രയാങ്കിളും ഒരുപോലെ ഇരിക്കും. അപ്പോൾ താഴെ എന്തായിരിക്കും? താഴെ ഒരു ചതുരമാണ് അല്ലേ? നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഫിഗറിന്റെ സർഫസ് ഏരിയ. എന്താണ് ഈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർഫസിലുള്ള ഏരിയ, പ്രതലത്തിലെ ഏരിയ. കണ്ടോ, ഇതാണ് സർഫസ് ഏരിയ. ഇപ്പം നമ്മളൊരു കടലാസ് കൊണ്ട് ഇതിനങ്ങോട്ട് പൊതിയണമെങ്കിൽ നമ്മൾ എവിടെ പൊതിയുള്ളൂ? പുറമേ മാത്രം പൊതിയുള്ളൂ അല്ലേ? അത്രയും ഭാഗമാണ് എന്ത്? സർഫസ് ഏരിയ. താഴെ എന്താണ്? ചതുരമാണ്. അപ്പോൾ ചതുരവും നമുക്ക് എന്ത് ചെയ്യണം? പൊതിയണം. ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? സർഫസ് ഏരിയ. ക്ലിയർ? നമുക്ക് നോക്കാം. ഇതാണ് ഒരു പിരമിഡ്. പിരമിഡിന്റെ ബേസ് is a square. Our topic is square pyramid, so the base is square. നമ്മൾ ബേസ് സ്ക്വയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 4 വശങ്ങളിലും ഓരോ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ട്രയാങ്കിൾ, ഇപ്പുറത്തൊരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ദെൻ ഇവിടെ ഒരു ട്രയാങ്കിൾ. സോ എന്തൊക്കെയാണ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ? ബേസ്, ആ ബേസിന് ഈക്വൽ ആയിട്ട് എന്താണ്? ഒരു ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, third triangle, then fourth. Clear? Okay. Total surface area is equal to sum of the areas of these figures. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദിസ് സ്ക്വയർ പ്ലസ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ദിസ് ട്രയാങ്കിൾ. മനസ്സിലായോ? സോ ദിസ് സ്ക്വയർ പ്ലസ് ഈ ട്രയാങ്കിൾ പ്ലസ് ഈ ട്രയാങ്കിൾ പ്ലസ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, ഈ എല്ലാ ട്രയാങ്കിളും 4 ട്രയാങ്കിളും സെയിം. ദ 4 triangles are same. Okay, so the total surface area is equal to sum of this square plus 4 into one of the triangle. Okay, clear? ഈ 4 ത്രികോണങ്ങളും സെയിം ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 4ഉം ഓരോന്ന് കൂട്ടണ്ട, പകരം ഒരെണ്ണത്തിന്റെ ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. സോ 4 triangles, area of 4 triangles is equal to 4 into one of the triangle plus area of square is equal to the total surface area of square pyramid. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് ഇരിക്കുക. അപ്പം അതിനകത്ത് സ്ക്വയർ എവിടെയാണ് സ്ക്വയർ വരാം? ദേ ഈ കാണുന്ന പോർഷനാണ് സ്ക്വയർ. കണ്ടോ, ബേസ്, ദെൻ വൺ ഓഫ് ദി ട്രയാങ്കിൾ. ഇത് നമുക്ക് എവിടെ കാണിക്കാൻ പറ്റും? ദിസ്. കണ്ടോ, ഈ ട്രയാങ്കിൾ ഇങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടതായിട്ട് സങ്കല്പിക്കാം. ക്ലിയർ? അപ്പം എന്താണിത്? ദിസ് സൈഡ്. അനദർ ട്രയാങ്കിൾ ഇത് എവിടെ കാണിക്കാൻ പറ്റും നമുക്ക്? ദേ imagine. Clear? Okay, this one is this. Okay, then next top one ൽ നമ്മൾ കാണുന്നത് പിക്ചറിൽ നമ്മൾ ഈ ബിഹൈൻഡ് ബാക്കിലായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ദെൻ ഈ സൈഡിലുള്ളതായിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ 3 dimensional ഫിഗർ ആയതുകൊണ്ട് വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഈ 4 ട്രയാങ്കിളുടെ മുകളിലേക്ക് വന്ന് ചേരും. കണ്ടോ, ഈ ഒരു മൂലയിൽ വന്ന് ചേരും. ഇറ്റ് ഈസ് നോൺ ആസ് വെർട്ടെക്സ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് വെർട്ടെക്സ്. ക്ലിയർ? ഓർ അപ്പെക്സ് എന്നൊക്കെ പറയാം നമ്മൾ. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ബേസിൽ കാണുന്ന ഒരു ഫിഗറാണെന്ത്? നമ്മുടെ സ്ക്വയർ അല്ലേ, സമചതുരം. അതിന്റെ എല്ലാ വശങ്ങളും ഒന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വശങ്ങളും എന്താണ്? സെയിം ആണ്.
sides are equal sides. Similarly, this side equal to the side of triangle. Triangle ന്റെ സൈഡും സ്ക്വയറിന്റെ സൈഡും എന്താണ് സെയിം ആണ്. So let us denote the side of a square as A. നമുക്ക് A ആയിട്ട് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം. ഓക്കെ, എല്ലാ വശങ്ങളും എന്താണ് A. And one of the triangle നമ്മൾ എടുക്കുകയാണ്. Suppose this is the triangle. ട്രയാങ്കിളിന്റെ ഹൈറ്റ്, this is the height of the triangle. ഈ വരച്ചിരിക്കുന്ന വര അത് എല്ലാ ട്രയാങ്കിളിലും ഉണ്ട്. സപ്പോസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമ്മൾ ഇനി പിരമിഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ? അതുപോലെ ഇപ്പുറത്തും കാണാൻ സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? പിരമിഡിന്റെ 4 വശങ്ങളിലുമുള്ള ഓരോ ട്രയാങ്കിൾ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഉയരം എന്ന് പറയുന്നത് പിരമിഡിന്റെ ചരിവ് ഉയരമാണ്. കണ്ടോ? സ്ലാന്റ് ഹൈറ്റ്, സ്ലോപ്പ് ഓഫ് ദ എന്താണ് പിരമിഡ്. So this is known as slant height. Okay, ചരിവ് ഉയരം. It is denoted by the letter L. It's very important to understand what is L. മനസ്സിലായോ? എന്താണ് ഒരു പിരമിഡിന്റെ ചരിവ് ഉയരമാണ് എന്ത് സ്ലാന്റ് ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളപ്പോൾ ആ ട്രയാങ്കിൾ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്, ഉയരമാണ് എന്ത് L എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? ഓക്കെ, സോ എല്ലായിടത്തും സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, 4 സൈഡിലും സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് ഈ 4 വശവും കൂടി മുകളിലേക്ക് വന്ന് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു പിരമിഡ് ഉണ്ടാവുന്നത്. ക്ലിയർ? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഏരിയാസ് ഓഫ്, നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, 1 ഓഫ് ദ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 ഓഫ് ദ ട്രയാങ്കിൾസ് അല്ലെ. ബേസ് ഏരിയ പ്ലസ് 4 ഇൻറ്റു ഏരിയ ഓഫ് 1 ഓഫ് ദ ട്രയാങ്കിൾ. സോ ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം. നമുക്കറിയാം വശങ്ങൾ എന്തൊക്കെയാണ്, എ. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ. ക്ലിയർ? ദെൻ എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, നമ്മളിവിടെ ട്രയാങ്കിൾ ഏരിയ എടുത്താൽ we know that area of any triangle is equal to half into base into height. If we don't know base and height, then use Heron's formula. Okay, but Heron's formula നമ്മൾ ഉപയോഗിക്കുന്നില്ല, പറയുന്നില്ല അതിനെക്കുറിച്ച്. നമ്മൾ പിന്നീട് ഒരു വരുന്ന ചാപ്റ്റേഴ്സിൽ അതിന്റെ ആവശ്യം വരുമ്പോൾ അത് പറയാം. ഇപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നമുക്ക് കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ദിസ് ഈസ് ദ ബേസ് എ, സെയിം ആസ് the side of area of square. സ്ക്വയറിന്റെ വശത്തിന് സെയിം ആണ് എന്ത്, ഈ ട്രയാങ്കിളിന്റെ ബേസ്. ക്ലിയർ? ആൻഡ് ഹൈറ്റ്, അപ്പോൾ ബേസ് നമ്മൾ എ എന്ന് കൊടുത്തു, പുട്ട് ബേസ് ആസ് എ, ദിസ് എ, ബേസ് ആസ് എ. then height, what is the height? This is the height. Okay, and it is denoted by the letter L, slant height. Clear? So this is L, put L, അപ്പോൾ എന്തായി മാറി, half a into height. Here height is equal to L. Clear? L. മനസ്സിലായോ? So for the 4 triangles the area is 4 into half into a into L. Then 4 get cancel, 2 കിട്ടും. 2 into 1 into a into L, that is equal to 2al. Clear? So this is 2a into L. അപ്പോൾ ഇതിൽ നമുക്കത് മനസ്സിലായി, the total surface area is equal to area of the square plus area of this 4 triangle. Clear? So plus a square plus 2al. Total surface area of a pyramid, square pyramid of a square pyramid is equal to a square plus 2al. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, പാർട്സ് ഓഫ് എ പിരമിഡിലെ നമുക്ക് പഠിക്കാനുള്ളത് ഇനി പിരമിഡിന്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ഇത് പിരമിഡിന്റെ ഉയരമാണ്, ഹൈറ്റ്. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്, ഹൈറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ h. ഹൈറ്റ് എവിടെ നിന്നാണ് എടുക്കുക, നമ്മൾ സെന്ററിൽ നിന്ന് അപ്പെക്സിലേക്കുള്ള ഉയരമാണ് ഹൈറ്റ്.
ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. സോ നമ്മൾ ഇത്ര നേരം പഠിച്ച എല്ലാ പാർട്സും കൂടി നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ സെന്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഉയരം എന്താണ്? ദിസ് ഈസ് ഹൈറ്റ് ആൻഡ് ആ ഓരോ ട്രയാങ്കിളിന്റെയും ആ ചരിവ് ഉയരം ഈസ് എൽ ആൻഡ് ഇതെന്താണ് നമ്മൾ എന്താ പറയുക? ബേസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എ. ക്ലിയർ? സോ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഓക്കെ, ദെൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഈ ഇങ്ങോട്ട് ഏറ്റവും മുകളിലേക്ക് അറ്റത്തേക്കുള്ളതാണ് ഇറ്റ് ഈസ് നോൺ ആസ് ഹൈറ്റ്. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് ഇതിനെന്ത് നമുക്ക് എൽ സ്ലാൻഡ് ഹൈറ്റ്. ദിസ് ഈസ് നോൺ ആസ് എ ബേസ് സൈഡ്. ക്ലിയർ? ഓക്കെ. So h is the height from the base to the vertex and L is slant height. Okay, നമുക്കിനി മറ്റു പാർട്സുകൾ തന്നിരുന്നാൽ എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. മറ്റ് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് ചരിവുയരം തരില്ല, സ്ലാൻഡ് ഹൈറ്റ് തരില്ല, ഇത് തരില്ല. അപ്പോൾ നമ്മളൊന്ന് 3 ഡയമെൻഷണൽ വ്യൂ ആണെന്ന് ഇമാജിൻ ചെയ്യണം. നമുക്ക് കാണാൻ സാധിക്കും ഈ അപ്പെക്സ് മുതൽ ഈ സെൻറ്റർ വരെ ഉള്ളത് ഇറ്റ് ഈസ് ഹൈറ്റ്. പിന്നെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയുള്ളത് ഇറ്റ് ഈസ് സ്ലാൻഡ് ഹൈറ്റ് എൽ ആൻഡ് ദിസ് സൈഡ് ഇസ് ഹാഫ് ഓഫ് ബേസ് ഇത്രയുണ്ട് ഇതല്ലേ. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ഹാഫ് ഓഫ് എ, ദറ്റ് ഈസ് a/2. സോ ഇതെന്താണ്? പാദവക്കിന്റെ പകുതി. അപ്പോൾ നമ്മളിങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് a/2. ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. സോ കണ്ടോ, ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതെന്താണ്? എൽ. സോ ദിസ് ഈസ് എൽ. എച്ച്, ദിസ് ഈസ് എച്ച്. a/2, ദിസ് ഈസ് a/2. According to Pythagoras theorem, പൈതഗോറസ് സിദ്ധാന്തമനുസരിച്ച് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന വശത്തിന് നമ്മൾ ഹൈപ്പോട്ടിനിയസ് അഥവാ കർണം എന്ന് പറയും. സോ ഹൈപ്പോട്ടിനിയസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, ദറ്റ് ഈസ് a/2 ഹോൾ സ്ക്വയർ പ്ലസ് perpendicular side square, that is h square. So we can easily find out L is equal to root of a/2 square plus h square. Clear? So ആദ്യം നിങ്ങൾ L square കണ്ടെത്താം, അതിനുശേഷം ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? L ആയി. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോർമുല പഠിക്കുകയാണ്. എന്താണത്? L square is equal to a/2 whole square plus h square. Then ഇവിടെ എന്താണ് L? What is L? L is slant height. And what is A? is equal to A is equal to base side and a/2 is equal to half of base side. ഉണ്ടോ? ഇവിടെ നോക്കൂ, സെന്റർ കണ്ടോ? And h is equal to height of the pyramid. Clear? ഇനി ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ല തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ 3 വശങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ ഇതിന്റെ വക്കും അതായത് എഡ്ജാണ് തരാം. സപ്പോസ് ഈ എഡ്ജ് നമുക്ക് തരും, എഡ്ജ് ഇ ഇസ് ഡിനോട്ടഡ് ബൈ ഇ. എ നമുക്ക് തന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ എല്ല് തന്നിട്ടില്ല. അപ്പോൾ എല്ല് നമ്മൾ കണ്ടുപിടിക്കും. ദിസ് ഈസ് എൽ. ഇതാണ് എൽ. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വശങ്ങൾ എങ്ങനെയൊക്കെ പറയാം? അവിടെ ശരിക്കും പറയാം ഇതൊരു ഫേസ് ആണ് കണ്ടോ? ആ ഫേസിന്റെ ഒരു ഹാഫാണത്, അതിന്റെ പകുതിയാണ്. അപ്പൊ നമുക്കിവിടെ ദിസ് ഈസ് ഇ, ഇത് a/2. ഇവിടെ ടോട്ടൽ എ ഉണ്ട്, അപ്പൊ അതിന്റെ പകുതി. ഇത് നമ്മൾ എടുക്കേണ്ടത് എൽ ആണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചരിവുയരമാണ്. കണ്ടോ? മനസ്സിലായോ? സോ ഇവിടെയാണ് 90 ഡിഗ്രി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഹൈപ്പോട്ടിനസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? E square is equal to a/2 whole square base square plus L square. Clear? ഇനി
ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡയഗണലിന്റെ പകുതിയാണ് തരിക. നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഉണ്ട്, ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയഗണൽ, ദെൻ ഈ എഡ്ജ്. ഓക്കെ, അപ്പോൾ എഡ്ജ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, d/2, not a/2, d, this is d, total diagonal. Diagonal is not equal to base side. ഓക്കെ, അപ്പോൾ വികരണത്തിന്റെ പകുതിയാണ് നമുക്ക് നൽകുക. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെ ഏത് ഫോർമുല ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ e സ്ക്വയർ ഇസ് ഇക്വൽ ടു d/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ. ഓക്കെ, കണ്ടോ, മനസ്സിലായോ? ഈ മട്ടത്രികോണം നമ്മൾ എടുത്ത് എഴുതുകയാണെങ്കിൽ അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇവിടെ d/2, നോട്ട് a, ദിസ് ഇസ് d/2. ഇനി ഹൈറ്റ് h, റൈറ്റ് ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നതാണ് ഈ എഡ്ജ്. ക്ലിയർ ആയോ? അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇവരൊക്കെയാണ് തരിക. അപ്പൊ നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പൊ നമ്മൾ പഠിച്ച 3 ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എൽ സ്ക്വയർ ഇസ് ഇക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ, ഇ സ്ക്വയർ ഇസ് ഇക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, ഇ സ്ക്വയർ ഇസ് ഇക്വൽ ടു d/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ. ക്ലിയർ? ഇനി നമുക്ക് ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഷേപ്പ്. ഒരു ഷേപ്പ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്, ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് ഗുണിക്കുക, പ്ലസ് താഴെയുള്ള സ്ക്വയറിന്റെ ഏരിയ. താഴെ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ക്വയർ 9 മീറ്റർ. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ 9 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? അങ്ങനത്തെ 4 ട്രയാങ്കിൾ ചുറ്റിനുണ്ട്. സോ ദിസ് ഈസ് ദ ട്രയാങ്കിൾ. ദ ബേസ് ഈസ് 9, ഹൈറ്റ് ഈസ് 10. സോ അക്കോർഡിംഗ് യൂസിങ് half into base 9 into 10. So 10 get cancelled, 5 is equal to 45. ഓക്കെ, 45 ആൻസർ കിട്ടും. ഇവിടെ സ്ക്വയറിന്റെ 3 കിട്ടും, 81 കിട്ടും. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് 45ന് ഇതുപോലത്തെ 4 ട്രയാങ്കിൾ ഉണ്ട്, 4 കൊണ്ട് ഗുണിക്കുക. ആ ആൻസറും ഈ 81 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്, യൂസിങ് ഫോർമുല. ഓക്കെ, so let us write down the parts given. A സമം 9 meter, L slant height, this is slant height, L സമം 10 meter. So total surface area is equal to A square plus 2A. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? Then A square 9 square, എത്രയാണ്? A സമം 9, so 9 square plus 2 into A is equal to 9 into 10. Okay, so this is equal to 9 square is equal to 81, 2 into 9 18 into 10 180. The answer is 261 meter square. This is the very simple and easiest way to find the total surface area of the square pyramid. In this area, this is known as base area, okay, and this is known as lateral surface area. ക്ലിയർ? പാർശ്വതല വിസ്തീർണം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എയും എല്ലും തന്നിട്ടുണ്ടായി. സോ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് എന്ത് മാത്രം മതി? എയും എല്ലും മാത്രം മതി. Clear? Let us do another problem. A square of side 5 centimeters and 4 isosceles triangles, each of one side 5 centimeters and the height to the opposite vertex 8 centimeters. These are to be joined to make a square pyramid. How much paper is needed for the job? മലയാളം, വശങ്ങൾക്കെല്ലാം 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം, ഒരു വശം 5 സെന്റിമീറ്ററും അതിൽ നിന്നും എതിർമൂലയിലേക്കുള്ള ഉയരം 8 സെന്റിമീറ്ററുമായ 4 സമപാർശ്വ ത്രികോണങ്ങൾ ഇവ ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. അതിന് എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സസൈസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റേഴ്സ്, 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ. ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. സോ 5 5 5 5. ക്ലിയർ? ആൻഡ് 4 ഐസോസെലസ് ട്രയാങ്കിൾ, 4 എണ്ണം,
1, 2, 3, 4. Each of one side 5 centimeters. എല്ലാവർക്കും 5 centimeter വെച്ചിട്ടുണ്ട് ഒരു സൈഡ്. ഓക്കെ. Height to the opposite vertex 8 centimeters. അപ്പോൾ ഈ സ്ക്വയറിന്റെ 5 സെന്റിമീറ്റർ ട്രയാങ്കിളിന്റെ 5 സെന്റിമീറ്ററും എന്താണ് സെയിം ആണ്. അതിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് ഉണ്ടോ? Is equal to 8 centimeters. These are to be joined to make a square pyramid. അത് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കും. ഇത് 4 വശത്ത് നിന്ന് മുകളിലേക്ക് ചേർത്ത് നമ്മൾ ഉണ്ടാക്കും. How much paper is needed for the job? So this question asks find the total surface area. Clear? Total surface area. So നമുക്കറിയാം A is given and L is given. So this is L slant height. Total surface area ആണ് സമവാക്യം a square plus 2al. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? A തന്നിട്ടുണ്ട് 5 cm and L is equal to 8 cm. This is A is equal to 5 cm. Okay, 5 cm. And L is equal to 8 cm. So using this formula, 5 square is equal to 5 square plus 2 into 5 into 8. Okay, is equal to 25 plus 8 is equal to 105 meter square. Clear? What do you learn? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പഠിച്ചു total surface area of a square pyramid is equal to a square plus 2al, where a is the base side and L is the slant height. L square is equal to a by 2 whole square plus h square. E square is equal to a by 2 whole square plus L square. E square is equal to d by 2 whole square plus h square, in which L is equal to slant height, A is equal to base side, H is equal to height of the pyramid, E is equal to edge of the pyramid, and D is equal to the diagonal of the square pyramid. Okay, clear? Please remember all this formula. Okay, എല്ലാ നിങ്ങൾ ഓർത്തിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. So please watch next video part 2 to understand more problems on this topic. Okay, thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.